യുഎസിൽ ആരോഗ്യ സംരക്ഷണ ശൃംഖലയുടെ ഹൈടെക് നവീകരണം ലക്ഷ്യമിട്ട് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പുതിയ പദ്ധതിക്ക് തുടക്കമിടുകയാണ്. അമേരിക്കക്കാർക്ക് അവരുടെ ആരോഗ്യ വിവരങ്ങളും മെഡിക്കൽ രേഖകളും സ്വകാര്യ ടെക് കമ്പനികൾ കൈകാര്യം ചെയ്യുന്ന നിരവധി ആപ്ലിക്കേഷനുകളിലും പ്രോഗ്രാമുകളിലും പങ്കിടാൻ അനുവദിക്കുന്നതാണ് പുതിയ പദ്ധതി. ഇതുവഴി വിവിധ ആരോഗ്യ സംവിധാനങ്ങൾക്കും സ്വകാര്യ ടെക് കമ്പനികളുടെ ആപ്പുകൾക്കും ആരോഗ്യ രേഖകൾ എളുപ്പത്തിൽ ലഭ്യമാക്കാനും ആരോഗ്യ കാര്യങ്ങൾ നിരീക്ഷിക്കാനും സാധിക്കുമെന്ന് സർക്കാർ പറയുന്നു. അതേസമയം ഇത് വ്യക്തിഗത വിവരങ്ങളുടെ സ്വകാര്യതയെ ബാധിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ഗൂഗിൾ, ആമസോൺ, ആപ്പിൾ തുടങ്ങിയ 60-ലധികം കമ്പനികൾ ഈ സംരംഭത്തിൽ പങ്കുചേരും. പ്രമേഹം, ശരീരഭാരം നിയന്ത്രിക്കൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് രോഗികളെ സഹായിക്കൽ, QR കോഡുകൾ, മരുന്ന് ട്രാക്ക് ചെയ്യുന്ന ആപ്പുകൾ തുടങ്ങിയ ഡിജിറ്റൽ ടൂളുകൾ എന്നിവയിൽ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കും. വർഷങ്ങളായി അമേരിക്കയിലെ ആരോഗ്യ സംരക്ഷണ ശൃംഖലകൾക്ക് ഒരു ഹൈടെക് നവീകരണം ആവശ്യമാണെന്ന് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. നിലവിലുള്ള സിസ്റ്റങ്ങൾ മിക്കപ്പോഴും മന്ദഗതിയിലുള്ളതും ചിലവേറിയതും പരസ്പരം പൊരുത്തമില്ലാത്തതുമാണ്. എന്നാൽ ഇന്നത്തെ പ്രഖ്യാപനത്തിലൂടെ ആരോഗ്യ സംരക്ഷണത്തെ ഡിജിറ്റൽ യുഗത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു വലിയ ചുവടുവെപ്പ് നടത്തുകയാണെന്ന് ട്രംപ് വ്യക്തമാക്കി. സെന്റേഴ്സ് ഫോർ മെഡിക്കെയർ ആൻഡ് മെഡിക്കെയ്ഡ് സർവീസസ് ആണ് പദ്ധതി കൈകാര്യം ചെയ്യുന്നത്. രോഗികൾ അവരുടെ മെഡിക്കൽ രേഖകളും വിവരങ്ങളും പങ്കിടുന്നതിന് സമ്മതം നൽകണം. വിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുമെന്നും സെന്റേഴ്സ് ഫോർ മെഡിക്കെയർ ആൻഡ് മെഡിക്കെയ്ഡ് അറിയിച്ചു. പഴയ രീതിയിലുള്ള ഫാക്സ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി ആളുകൾക്ക് എളുപ്പത്തിൽ രേഖകൾ ലഭ്യമാക്കാൻ ഇത് സഹായിക്കുമെന്നും അവർ അറിയിച്ചു. പദ്ധതിയിൽ ഫിറ്റ്നസ് ആപ്പുകൾക്കും പങ്കുചേരാൻ കഴിയുമെന്ന് പറയപ്പെടുന്നു. ആപ്പുകൾക്ക് AI ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് ആവശ്യമായ സഹായം നൽകാൻ മെഡിക്കൽ രേഖകൾ ഉപയോഗിക്കാനാകും. ആശുപത്രിയിൽ നിന്ന് രോഗികൾക്ക് അവരുടെ മെഡിക്കൽ രേഖകൾ കിട്ടാനുള്ള തടസ്സത്തിന് പദ്ധതിയിലൂടെ പരിഹാരമാകുമെന്ന് ഡോക്ടർമാരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുണ്ട്. രോഗിയുടെ പൂർണ്ണമായ മെഡിക്കൽ ഹിസ്റ്ററി ലഭ്യമല്ലാത്തതിനാൽ ഉണ്ടാകുന്ന ചികിത്സയിലെ കാലതാമസം ഒഴിവാക്കാൻ ഇത് സഹായിക്കും. രോഗികൾ കഴിക്കുന്ന ഭക്ഷണം, വ്യായാമം തുടങ്ങിയ വിവരങ്ങൾ ഡോക്ടർമാർക്ക് ലഭിക്കുന്നതിലൂടെ രോഗം നിയന്ത്രിക്കാൻ സാധിക്കുമെന്നും പറയപ്പെടുന്നു. യുഎസിലെ ഫെഡറൽ സർക്കാരുകൾ ആരോഗ്യ രേഖകൾ എളുപ്പത്തിൽ ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ ദശാബ്ദങ്ങളായി നടത്തി വരുന്നുണ്ട്. ഇതുവഴി രോഗികൾക്ക് സേവനദാതാക്കളെ തടസ്സമില്ലാതെ മാറ്റാൻ സഹായകമാകും. എന്നാൽ സ്വകാര്യതയെക്കുറിച്ചുള്ള ആശങ്കകളും മറ്റും ഇതിന് തടസ്സം സൃഷ്ടിച്ചു. അതേസമയം സർക്കാരിന്റെ പുതിയ പദ്ധതി വ്യക്തിഗത വിവരങ്ങൾ പങ്കുവെക്കുന്നതിൽ നിയമപരമായ പരിധികൾ ലംഘിച്ചേക്കാമെന്ന് നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. രോഗികളുടെ സൗകര്യവും സ്വകാര്യതയും തമ്മിൽ ഒരു സംഘർഷത്തിന് സാധ്യതയുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ടിന്റെ പരിധിയിലില്ലാത്ത കമ്പനികളുമായി ആരോഗ്യ ഡേറ്റ പങ്കിടുന്നതിലെ അപകടങ്ങളെക്കുറിച്ച് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ മെഡിക്കൽ ദാതാക്കൾ, ഇൻഷുറർമാർ തുടങ്ങിയ ചില സ്ഥാപനങ്ങൾ വ്യക്തിഗത ആരോഗ്യ വിവരങ്ങൾ പങ്കിടുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്ന ഫെഡറൽ നിയമമാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. പദ്ധതിയിൽ പങ്കാളികളാകുന്ന കമ്പനികൾ ഡാറ്റ എങ്ങനെ ശേഖരിക്കുമെന്നും ഉപയോഗിക്കുമെന്നും ഉപയോക്താക്കളോട് അവരുടെ ഡാറ്റ സ്വകാര്യതയെക്കുറിച്ച് എന്ത് പറയുമെന്നും വിദഗ്ധർ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം സെന്റേഴ്സ് ഫോർ മെഡിക്കെയർ ആൻഡ് മെഡിക്കെയ്ഡ് സർവീസസിൽ മെഡിക്കെയർ, മെഡിക്കെയ്ഡ് എന്നിവയിൽ രജിസ്റ്റർ ചെയ്ത 140 ദശലക്ഷത്തിലധികം അമേരിക്കക്കാരുടെ വിവരങ്ങളുണ്ട്. അടുത്തിടെ ഈ ഡാറ്റകൾ കുടിയേറ്റ ഉദ്യോഗസ്ഥർക്ക് കൈമാറാൻ സെന്റേഴ്സ് ഫോർ മെഡിക്കെയർ ആൻഡ് മെഡിക്കെയ്ഡ് സർവീസസ് സമ്മതിച്ചിട്ടുണ്ട്. പുതിയ പദ്ധതിയിലൂടെ കൂടുതൽ വിവരങ്ങൾ സർക്കാരിനും ടെക് കമ്പനികൾക്കും ലഭിക്കും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.